25 ഗ്രാം വരുന്നുണ്ട്. അത് നമ്മുടെ വെറൈറ്റിയുടെ 55, ഇതിൻ്റെ 25 ഗ്രാം കൂടെ കാ വരുന്നുണ്ട്. ഇതിൻ്റെ ഇത് സാധാരണ പറയുമ്പോൾ ഇത്രയും ഡിഫറൻസ് വരും, രണ്ട് കാ തമ്മിലുള്ള ഡിഫറൻസ്. അതെന്ന് പറയുമ്പോൾ ഒരു 10 ഗ്രാമൊക്കെ 12 ഗ്രാമൊക്കെ വരുള്ളൂ സാർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ രാവിലെ ഒരു യാത്രയിലാണ്. യാത്ര നേരെ ഇടുക്കി ചുരുളി ആൽപ്പാറയിലേക്കാണ്. കുറേ നാളായിട്ട് നിങ്ങളുടെ ഒരു കാർഷിക ഇന്നോവേഷൻ പരിചയപ്പെടുത്തണമെന്ന് നമുക്ക് വിചാരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ എൽദോസായിട്ട് വിളിക്കുന്നത്. ഇവിടെ ചുരുളിയിലുള്ള ഒരാളാണ്. അദ്ദേഹം വിളിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തമായി കണ്ടെത്തൽ ഒരു ജാതിയാണ് എന്നാണ് പറഞ്ഞത്. ഒരുപാട് സവിശേഷതകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന വിചാരത്തോടെ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് കോൾഡ് പിടിപെട്ടു, നല്ല ത്രോട്ടൊക്കെ നല്ല പ്രശ്നമാണ്. സംസാരിക്കുമ്പോൾ അതിൻ്റെതായ വിഷയങ്ങളുണ്ട്. ഒരു കടുംചായയും ചെറിയൊരു ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് ഒരു പ്രഭാതം ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ നല്ലൊരു വിശേഷമായിരിക്കാം, നല്ലൊരു വീഡിയോ ആയിരിക്കാം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ആ ജാതി വിശേഷങ്ങളിലേക്ക് ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചുരുളി ആൽപ്പാറയിലുള്ള എൽദോസ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും അദ്ദേഹത്തിൻ്റെ കൃഷി കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും അദ്ദേഹത്തിന് ഒരൊറ്റ മരമേ ഉള്ളൂ ഈ ഒരു വെറൈറ്റി ജാതി എന്നുള്ളത്. അത് ഏകദേശം ഒരു 5 വർഷത്തിന് മുൻപാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ആ ജാതിയുടെ സവിശേഷതകളൊക്കെ. അതിനുശേഷമാണ് അദ്ദേഹം അതിൻ്റെ ചെറിയ രീതിയിലൊരു നഴ്സറി ഒക്കെ ഉണ്ട്. ഇത് മറ്റേ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചുരുളി ആൽപ്പാറ സ്കൂളിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു 30-35 വർഷമായിട്ട് ജാതി കൃഷിയിൽ തന്നെയാണ് മെയിനായിട്ട്. നമ്മൾ ആദ്യം അടയ്ക്കായിരുന്നു, അടയ്ക്ക പോയി കഴിഞ്ഞപ്പോൾ ജാതിയിലേക്ക് മാറി. അപ്പോൾ ഏറ്റവും ചിലവ് പറഞ്ഞ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആയുസം കൂടുതലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ജാതിയാണ്. അപ്പോൾ ഈ ജാതിക്ക് ഇപ്പോൾ നല്ല വിലയുണ്ട്. അപ്പോൾ നമുക്കൊരു എന്നാണെങ്കിലും 10-100 വർഷത്തിന് മുകളിൽ ആയുസ് കിട്ടും. നമ്മളൊരു 2-3 തലമുറ ജീവിക്കും. ഒരേക്കറി നമുക്ക് പെർ ഇയർ എന്നാ ഈൽഡ് ഉണ്ട്? അത് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോ മരത്തിൻ്റെ, അതായത് എൻ്റെ അറിവിൽ 1 ലക്ഷം രൂപ വരെ ജാതി ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന മരം എൻ്റെ അറിവിലുണ്ട്. ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മളത് പെട്ടെന്ന് 1 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലളിതമായിട്ട് കണക്ക് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, ഈ 1 ലക്ഷം രൂപ വരെയാണ് നമുക്ക് എത്ര എക്സ്പെൻസ് വരും അതിനകത്ത്? അതിൻ്റെ അകത്ത് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ജാതിക്ക് ഏറ്റവും എക്സ്പെൻസ് കുറവാണ്. 2 പ്രാവശ്യം വളം ഇടുകയെന്നും പിന്നെ പറക്കിയെടുക്കാന്നുള്ള, പിന്നെ മരുന്നടിക്കാൻ. വലിയ ജാതിയിലൊക്കെ മരുന്നടിക്കാറില്ല. മരുന്നടിച്ച് പഠിപ്പിച്ചാൽ പിന്നെ എല്ലാ വർഷം പഠിപ്പിക്കും. 100 മരം വെക്കുക എന്നുള്ളതല്ല, 10 മരം വെച്ചാൽ 100 മരത്തിൽ നിന്ന് കിട്ടുന്ന ആദായം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ തന്ത്രം. അതായത് ഇപ്പം നമ്മളിപ്പോൾ 100 മരം ഉണ്ടാക്കുക, കായില്ലാതെ നിന്നിട്ട് കാര്യമില്ല. വേലാണ് ഇപ്പം എന്ത് കൃഷിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പറമ്പ് നിറച്ച് പണ്ട് കാരണന്മാർ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചാൽ മതിയായിരുന്നു. പണ്ട് ജാതി പെൺജാതി ആയാൽ മതിയായിരുന്നു. ഇപ്പം പെണ്ണിൻ്റെ ഗുണവും ദോഷവും എല്ലാം നാടും നാമോ ഇതെല്ലാം അന്വേഷിക്കും. നമ്മൾ കല്യാണം കഴിക്കാൻ പെണ്ണ് അന്വേഷിക്കും പോലെയാണ് ജാതിയുടെ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ എന്ത് പഠിപ്പുണ്ട്, എന്ത് അറിവുണ്ട്, എന്ത് കിട്ടും, എന്ത് ഈട് കിട്ടും, ഇതെല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ലാഭമുണ്ട്. ഇതല്ലാതെ പിന്നെ ചുമ്മാ പണ്ടൊരു പെൺജാതി വാങ്ങിച്ചു വെച്ചാൽ ഏതെങ്കിലും ഒരു ജാതി പെണ്ണായാൽ മതി ഏതെങ്കിലും ഒരു പെണ്ണ് ആ രീതിയൊക്കെ മാറിപ്പോയി. നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ട്. എൻ്റെ പാലക്കാടൻ 55 എന്ന് പറഞ്ഞാൽ പാലക്കാടൻ 55. നമ്മുടെ വീട്ടുകാരാണ് പാലക്കാടൻ. ഞാൻ പാലക്കാടൻ അപ്പൊ എല്ലാവരും അന്വേഷിക്കാറുണ്ട് പാലക്കാടുള്ളതാണ്. അപ്പൊ പാലക്കാടിന് വീട്ടുകാരാണ്. 55 എന്നൊരു പേരിട്ടു. അതായത് 55 പേരിട്ടെന്ന് വെച്ചാൽ പൊട്ടിക്കാത്ത കായ 55 കായ്ക്ക് 1 കിലോ കിട്ടും. അതിൻ്റെ അകത്ത് ഇപ്പൊ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 70 to 80 പരിപ്പിന് 1 കിലോ കിട്ടും. പൊട്ടിച്ച പരിപ്പ് ഏഷ്യയിൽ ആരും വന്നിട്ടില്ല ഇതുവരെ. അത് നിലവിൽ ഏഷ്യയിൽ ആരും വന്നിട്ടില്ല അത്രയും തൂക്കമുള്ളത്. അപ്പം അതിനകത്ത് ഞാൻ അപ്പം സാധാരണ വലിപ്പമുള്ള ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറവായിരിക്കും. ഈ ഒരു മരത്തിൽ 10-100 കായ ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ 10 ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ 1 വർഷം കഴിച്ചാൽ 3 വർഷം കഴിക്കാതിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 365 ദിവസം കാ തീരുന്നില്ല. അതായത് ആണ്ടിൽ 3 ട്രിപ്പ് കായ്ക്കും. ഒരു സീസൺ ഒരു കാന്ന് പറഞ്ഞാൽ 8-9 മാസം വരും മൂത്ത് വരുമ്പോൾ. അപ്പം ഇതിൻ്റെ അകത്ത് കാ ഒരിക്കലും തീരില്ലെന്ന്, ഫുൾ ടൈം കായ. പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ കൊല കുത്തിയാണ് കായ്ക്കുന്നത്. പിന്നെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 70 to 80 പരിപ്പിന് 1 കിലോ കിട്ടുന്നുണ്ട്. 3 സീസൺ കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഒരു വർഷത്തിന്? ഈ 3 സീസൺ ഒരുപോലെ ആദായം കിട്ടും? ഒരുപോലെ എന്ന് പറയുമ്പം കാറ്റർക്കലുണ്ടാവും. അതായത് മെയിൻ സീസണായപ്പം ഈ മഴ പെയ്തിട്ടുണ്ടാകുന്നതാണ് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ പിടിക്കേണ്ട ഇത്. പിന്നെ അല്ലാത്ത സമയത്ത് അത്രയും പിടുത്തം വരുന്നില്ല. 7, 8, 9 പൂവ് ഒരു കൊല ഞെട്ടയിൽ ഉണ്ടാകുന്നുണ്ട്.
ആ 9 പൂവും കായാവുന്നു. അത് അത്രയും വരില്ല, എന്നാലും അത്രയും ഉണ്ടാവുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല ഡ്രോപ്പിംഗ് കമ്പാരിറ്റീവ്ലി കൂടുതലാണോ കുറവാണോ? പൂ കൊഴിച്ചിൽ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമുക്കൊരു ജാതി കൊക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റുന്ന ലോഡ് പിടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് അവർ അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഏത് കാര്യം നമുക്ക് തിന്നാൻ പറ്റുന്നല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. നല്ല ആഹാരം കൊണ്ടു വെച്ചിട്ട് ഇത് അപ്പടി തിന്നിട്ട് പോകാൻ പറഞ്ഞാൽ നടക്കൂല്ലോ എന്ന് പറഞ്ഞ രീതിക്കാണ് സസ്യങ്ങളും. അവർക്ക് പിടിക്കാൻ പറ്റുന്ന മൊത്തം പിടിക്കണമെന്നില്ല. ചില ജാതിയിൽ ഭയങ്കരമായിട്ട് കായ ഉണ്ടാവും, പിന്നെ അതൊരു 3 വർഷത്തേക്ക് കായ്ക്കാതിരിക്കും. പിന്നെ ഇലക്കൊഴുപ്പ് കുറവുണ്ട്. പിന്നെ സാധാരണ ജാതി എന്ന് വെച്ചാൽ കൂടുതൽ കായ് കഴിഞ്ഞാൽ ഈ കമ്പ് വളഞ്ഞു വരാറുണ്ട്. ഇതൊരു 45 ഡിഗ്രി ആംഗിളിലേക്കാണ് നിൽക്കുന്നത്. എത്ര ലോഡ് വന്നാലും ഈ സംഗതി കമ്പ് വളയുന്നില്ല, ആരോഗ്യക്കൂടുതലുണ്ട്. പിന്നെ ഈ ചെടിയുടെ വൃത്തിയാന്ന് വെച്ചാൽ കാ ഓറ് വലിപ്പമല്ല കണ്ട, പുറമേ എന്ന് കണ്ടു കഴിഞ്ഞാൽ കാ സാധാ കായ. പക്ഷെ ഇതിൻ്റെ പുറംതൊണ്ടിനെ തീരെ കട്ടി കുറവാണ്. മഞ്ഞ തൊണ്ടുണ്ടല്ലോ അതിന് തീരെ കട്ടി കുറവ്, ഉള്ളിൽ കാ മുഴുത്തായിരിക്കും. പിന്നെ സാധാരണ ഇതിൻ്റെ അകത്ത് ഒരു 3 ഗ്രാം മുകളിൽ ഉണക്ക പത്രി വരുന്നുണ്ട്. പത്രി ആവറേജ് പൊതിഞ്ഞ പത്രിയാണ്. വേറെ ഒരു പ്രത്യേകത ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ പരിപ്പ് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പം പൊട്ടിച്ച പരിപ്പ് വെളുത്തിട്ട് കഴിയുമ്പോൾ ചുങ്ങിപ്പോവും. ഇതിന് അങ്ങനെ ഒരു വിഷയമില്ല. പരിപ്പ് നല്ല ബോൾഡ് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഈ മറ്റേ കറുത്ത തൊണ്ടെന്ന് പറഞ്ഞ കടലാസ് കണ്ണുള്ളൂ. കുറേ 5-6 കൂട്ടം നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മരം ഒത്തിരി പ്രായമായ മരമൊന്നുമല്ല, ഒരു 5 വർഷം ആയിട്ടുള്ളൂ കാച്ചിട്ട്. ശരാശരി എന്നെ ഈൽഡ് കിട്ടും ഒരു മരത്തെ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10-20 രൂപ മുകളിൽ ഒരു മരത്തേന്ന്. 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കായ്ക്ക് 10 രൂപ മുകളിൽ പിരിയുന്നുണ്ടാവും. എൽദോസേട്ടാ, നമുക്കിപ്പോൾ ഒരുപാട് ജാതി നമ്മുടെ എന്താ പറയുക ഓരോ കൃഷിയിടങ്ങളിലുണ്ട്, അവരുടെ കണ്ടെത്തലായിട്ടുണ്ട്, അല്ലാതെ തന്നെ നഴ്സറികളിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണോ നമ്മൾ ഇതിനെ അവകാശപ്പെടുന്നത്? എങ്ങനെയാണ്? അല്ല, നിലവിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനം നമ്മൾ നിലവിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ കേരളത്തിലെ എല്ലാ ജാതിനെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ജാതിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ദോഷം ഞാൻ പറയാം. മറ്റേ സാധാ വേറെ എന്ന് പറയുമ്പോൾ നമ്മളിതുണ്ട്, ഇതിനേക്കാളും വലിപ്പം കൂടുതലാണ് ഈ തൊണ്ടിന്. കാ ചെറുതും തൊണ്ട് കട്ടി കൂടുതൽ, ഡിഫറൻസ് വരുന്നത്. ഇത് വലിപ്പം കൂടുതലുണ്ട് ഇതിനേക്കാളും, പക്ഷെ തൊണ്ടിന് കൂടുതലായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു പരിപ്പ് എന്ന് പറയുന്നത്. ഉണ്ട് പൊട്ടിച്ച ഇതുണ്ട് അതിൻ്റെ മറ്റേൻ്റെ പരിപ്പ്, ഇതിൻ്റെ പരിപ്പ് തമ്മിൽ മാറ്റം ശരിക്കും ഇതാണ്. ഇതുണ്ട് ഉണ്ടോ, ഡിഫറൻസ് ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇത് 55-ൻ്റെ കാ. 55-ൻ്റെ ഇതിനെന്താ കടലാസ് കന ഉണ്ടാവുള്ളൂ ഈ തൊണ്ടിന്. ഇതിൻ്റെ ഉള്ളിലെ പരിപ്പ് ഒട്ടും ചുങ്ങുന്നില്ല. ഇതാണ് 55-ൻ്റെ കാ. ഇത് സാധാ കാ. സാധാ കായും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്ന പരിപ്പിൻ്റെ മാറ്റമാണ് പറയുന്നത്. നമുക്ക് തൂക്കാൻ പോകണം? തൂക്കണമെന്നില്ല, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ വേനൽക്കായായിരിക്കും തൂക്കം. ഇതുണ്ടോ ഡിഫറൻസ് ഉണ്ടോ? എന്നാലും ഒന്ന് കാണിക്കാം നമുക്ക്. ഗ്രാം എത്ര? 25 ഗ്രാം വരുന്നുണ്ട്. അത് നമ്മുടെ വെറൈറ്റിയുടെ 55-ൻ്റെ 25 ഗ്രാം കാ വരുന്നുണ്ട്. അതാണ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 17 ഗ്രാം 18 ഗ്രാം പരിപ്പ് വരുന്നുണ്ട്, ഉണക്കപ്പരിപ്പ്. ഇതിൻ്റെ ഇത് സാധാരണ പറയുമ്പോൾ ഇത്രയും ഡിഫറൻസ് വരും, 2 കാ തമ്മിലുള്ള ഡിഫറൻസ്. അതെന്ന് പറയുമ്പോൾ ഒരു 10 ഗ്രാമൊക്കെ 12 ഗ്രാമൊക്കെ വരുള്ളൂ സാധാരണ. 9 ഗ്രാം അത് ഡിഫറൻസ് ഉണ്ടോ? മാറ്റം വരുന്നുണ്ട്. ഇനി മറ്റേ പത്രി അതിൻ്റെ കാണിച്ചു തരാം. ഇതിൻ്റെ പത്രി എന്ന് പറയുന്നത് ഇതുണ്ട്, ഫ്ലവറാണ്. ഇപ്പോൾ ഇത് വേനൽപത്രി ആയതുകൊണ്ട് തൂക്കം കുറവായിരിക്കും. ഇതിന് 7 ഗ്രാം ഉണ്ട്. വലിയ നഴ്സറി ഒന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ കുറെ പല ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. റംബൂട്ടാൻ ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്, വെറൈറ്റി കൊക്കോ വഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ കൊക്കോ കൊക്കോ നമുക്ക് മങ്കുവ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പിന്നെ ജെമിനി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജെമിനിയുടെ കഴിഞ്ഞ വർഷം അവിടെ നിന്നൊക്കെ എടുത്തായിരുന്നു. ഞാൻ നടന്നു നോക്കി. മംഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. മംഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് ഇപ്പം നമ്മൾ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് 2ാം വർഷം തൊട്ട് കായാവുകയും ചെയ്യും. 2ാം വർഷം കായ്ക്കുമോ? കാച്ചതായി ഉണ്ടായിരുന്നു ഇയാള്. കാച്ചത് അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. ഇതൊരു 400 രൂപ റേറ്റിന് 500 രൂപ റേറ്റിന് വരും വലിപ്പം അനുസരിച്ച്. ഇത് 3 വർഷം കഴിഞ്ഞ തയ്യായത്. അത് 200 ഉള്ള റേറ്റ് ഉള്ളൂ. 300. പിന്നെ വലിപ്പം അനുസരിച്ച് വലിയ തൈ ഇരിപ്പുണ്ട്. അതിൻ്റെ കൊടി ചെയ്യുന്നുണ്ട്. കൊടി കുരുമുളക്. കുരുമുളക് ഏതാ ചെയ്യുന്നത്? കുരുമുളക് നമ്മൾ ചന്ദ്ര ചെയ്യാനുള്ള പരിപാടിയാണ്. അല്ല, ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ 55 55-ൻ്റെ വെറൈറ്റി നമ്മൾ സ്റ്റമ്പ് എടുക്കാനായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇതാണ് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ വളർച്ച കണ്ടോ? ഇതെല്ലാം പൂവായതാണ്. ഇതെല്ലാം സ്റ്റമ്പ് എടുക്കാനായിട്ട് നമ്മൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. ഇതുണ്ട്, ഇത് കണ്ടോ? ഇത് പൂവുണ്ടോ?
ഒറ്റ സ്റ്റെപ്പായിട്ട് തന്നെ പൂവാന്ന് പറഞ്ഞതാ. ഇതുണ്ട്, ഇതിൻ്റെ ഇതുണ്ട്, പൂ കണ്ടോ, 3, 4 അങ്ങനെ കൊലയായിരിക്കും അധികവും. ഇതുണ്ടോ, ഇതെല്ലാം നിറച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന, ഇത് നമ്മൾ വെള്ളം അടിക്കുന്നതുകൊണ്ട് പിടിക്കത്തില്ല. എന്നാലും കാ പിടിച്ച് കിടപ്പുണ്ട്. ഇതുണ്ട്, ഇതുണ്ട്, കാ പിടിച്ച് കിടക്കുന്നുണ്ട് അപൂർവമായിട്ട്. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഇല കണക്ക് ഇരിക്കും. ഇലയ്ക്ക് ശരിക്കും പ്രത്യേകതയുണ്ട്. ഇതുണ്ട്, ശരിക്കും കട്ടി കൂടുതലായിരിക്കും. ഐറ്റത്തിൻ്റെ ഇത് നിറച്ച് പൂവായതാ. ചേട്ടാ ഇത് ജാതിയുടെ തൈക്കേണ്ട വിലയോ? തൈ ഇത് വലിപ്പം അനുസരിച്ചാണ് വില പറയുന്നത്. 55 എന്ന് പറഞ്ഞ ഐറ്റത്തിന് വില കൂടുതലാണ്. ബ്രാൻഡിനാണ് വില പറയുന്നത്. 1500 രൂപ വാങ്ങുന്നുണ്ട്. 1500 സുലഭമായിട്ട് നമുക്ക് കൊടുക്കാനുമില്ല. തുച്ഛമായിട്ടൊക്കെ നമുക്ക് ഇത് സ്റ്റമ്പ് ഉണ്ടാക്കാനുള്ള രീതിക്ക് കൊടുക്കാനുള്ളൂ. വിലകായിട്ട് കൊടുക്കാറായിട്ടില്ല സാധനം. ഇതിൽ ഒരു മരമുള്ളൂ. മറ്റുള്ള തൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില 300 തൊട്ട് തൈ ഉണ്ട്. ഏതൊക്കെ ഇനങ്ങളുണ്ട്? വേറെ പല ഐറ്റം ഉണ്ട്. അതായത് ഞാൻ 3 ഫ്ലവർ അല്ലാത്ത വേറെ ഐറ്റം ചെയ്യുന്നില്ല. കട്ടിയുള്ള ഫ്ലവർ അല്ലാത്ത ചെയ്യുന്നില്ല. എത്ര കായുണ്ടെന്ന് പറഞ്ഞാലും പല ഐറ്റത്തിൻ്റെ നമ്മൾ പറമ്പിൽ തന്നെ ഉള്ളതെന്ന് നല്ല നോക്കി എടുത്ത് ചെയ്യുന്നതാണ്. ഇതിപ്പം എന്ന് വെച്ചാൽ ഇത് ബൾഗായിട്ടായിട്ടില്ല. മറ്റേ 55 എന്ന് പറഞ്ഞ ഐറ്റം. ചേട്ടാ നമ്മളൊരു തൈ ജാതിയുടെ തിരഞ്ഞെടുക്കുമ്പോഴേ ഏത് വലിപ്പമുള്ളത് ഏറ്റവും ആപ്റ്റായിട്ട്? ഏറ്റവും നല്ലത് 2 സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. 2 സ്റ്റെപ്പ്. അതെന്താ? 1 സ്റ്റെപ്പ് വയ്ക്കരുത്. 1 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. 2 സ്റ്റെപ്പ്, അതിൻ്റെ മുകളിൽ 3 സ്റ്റെപ്പ് വരെ ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല 3 സ്റ്റെപ്പാണ് പറയുന്നത്. 3 സ്റ്റെപ്പാണ്. ഒറ്റ തൈ പോകത്തില്ല. പിറ്റേ വർഷം തന്നെ അത് കയറി വരികയും ചെയ്യും. ശരിക്കും വിളവെടുക്കാറായിട്ടുണ്ട്. ബഡ് തൈയാണ്, അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് ബഡല്ല. അല്ലാത്ത തൈയാണ്, നാടൻ തൈ ആക്കിയാണെങ്കിലും 3 സ്റ്റെപ്പ് തൈ വയ്ക്കുന്ന ഏറ്റവും നല്ലത്. എൻ്റെ ബാലവീട തീർന്ന 3 സ്റ്റെപ്പ് തൈ എന്ന് പറയുന്നത്. അതിന് ആ ഒരു പരിചരണം നഴ്സറിയിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. നമ്മൾ പറമ്പിൽ വയ്ക്കണേക്കാളും നന്നായിട്ട് കിട്ടും. നമ്മളൊരു തൈ, ചെറിയ തൈ പറമ്പിൽ വയ്ക്കുന്ന നഴ്സറി നിൽക്കുന്ന തൈ ആയിരിക്കും നന്നായിട്ട് കയറി വരും. ഇത് ചെറിയ നഴ്സറി അല്ലല്ലോ, വലിയ നഴ്സറി ആണല്ലോ. വലിയതൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. വലിപ്പം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് തുടങ്ങി. 25 വർഷം എന്ന് പറയുമ്പം ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ട് തന്നെ 5 വർഷം മുകളിലായതാണ്. നമ്മളെ ബില്ല് എവിടെ കൊടുത്തു കഴിഞ്ഞാലും ഇത് കിട്ടുന്നതാ, സബ്സിഡി കിട്ടുന്നതാ. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് വെറൈറ്റികൾ. അപ്പം പലയിടങ്ങളിൽ നമ്മളിത് പിന്നെ പറ്റി പഠിച്ച് നല്ലതാണ് നമ്മൾ ആക്കി എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. 25 കൃഷിയിലെ ഒരു കൊളംബസ് ആണ് ആള്. നമ്മളിതിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കേരളത്തിലെ ഏത് ജാതിയുടെ ചോദിച്ചാലും നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. കാര്യം അപ്പൊ ഏറ്റവും നല്ല ജാതി ഏതാ നിങ്ങളുടെ മാറ്റി വെച്ചിട്ടുണ്ട്? അത് നമ്മൾ പറയുന്നില്ല. അത് നമുക്ക് പറയാൻ കൊള്ളത്തില്ല. അവന്റെ മോശമായി ഇവന്റെ മോശമാണ്. ഗുണവും ദോഷവും പറയാന്ന് മാത്രം. അങ്ങനെ. അതായത് ഇപ്പം ഏറ്റവും ചെറുപ്പത്തിലെ കായ്ക്കുന്ന ഐറ്റം ഉണ്ട്, പ്രായമായിട്ട് കായ്ക്കുന്ന ഐറ്റം ഉണ്ട്. ഇത് അവിടെ ഇറങ്ങിയടുത്തൊരു ജാതിയപ്പം ഉണ്ട്. അപ്പോൾ ആൾക്കാർ അതിൻ്റെ തൈ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും അത് ആദ്യം കണ്ടപ്പോൾ വലിപ്പം കണ്ടപ്പോഴേ അതെന്തോന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ഇതിനെപ്പറ്റി പഠിക്കുക. നമ്മൾ കൊടുക്കുന്ന സാധനം 100% പറഞ്ഞ സാധനം ഉണ്ടാവണം. ആ കണ്ടീഷനിലേക്ക് വരുന്നത്. റൂട്ടും ഉണ്ട്. അതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണമല്ല. ഇതും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നാടൻ ജാതി കാട്ടിയാതി ആയിരിക്കും. ഒന്ന് നാടൻ കാട്ടിയാതി പൊട്ടലുണ്ടായി തടി പൊട്ടി പോകുന്ന പലരും പറയുന്നുണ്ടല്ലോ. ഇത് ആവുന്നോറും ഗ്രാഫ്റ്റിംഗ് ഏരിയ പൊട്ടി അതിപ്പോൾ ഇത് 2 തൈയാണ് വരുന്നില്ല. ചിലർ 3, 5, 6 വെച്ചിട്ട് പറയുന്ന സംഗതി ഇത് ഒരേ വലിപ്പമായിരിക്കണം. ഇത് 2 ഒരേ വലിപ്പമായിരിക്കണം. ഈ മൾട്ടിറൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഒരേ വലിപ്പമായിരിക്കണം. ഇത് 2 ഒന്നായിട്ട് കയറി പോയതിന് ശേഷമാണ് അതിൽ ബഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുരുളി ആൽപ്പാറയിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. സ്വന്തം കൃഷിയിടത്തിൽ കണ്ടെത്തിയ ഒരു ജാതി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ബഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന എൽദോസിയേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ ഏകദേശം ഒരു 25 വർഷമായിട്ട് അദ്ദേഹം നഴ്സറി രംഗത്തുണ്ട്, സജീവമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കർഷക കൂട്ടായ്മയും അതുപോലെ അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകും. അതല്ലേ ശരിക്കുള്ള കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൽദോസിയേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ അങ്ങനെ ചോദിച്ചത് അദ്ദേഹത്തോടാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ആ നഴ്സറിയുടെ വാതിക്കൽ നിന്ന് തൽക്കാലം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ജാതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൽദോസിയേട്ടനെ വിളിക്കാവുന്നതാണ്. എനി ടൈം അദ്ദേഹം അവൈലബിൾ ആണ്. കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇടുക്കി ഡാം കാണാം. അതിനൊപ്പം തന്നെ ഇവിടെ വന്ന് കുറച്ച് ഈ മഴക്കാലമാണ്, കുറച്ച് വരുന്ന വഴിയിലൊക്കെ നിറയെ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അങ്ങനെ അടിപൊളിയായിട്ട് എത്തുമ്പോൾ ചുരുളി എന്ന് പറയുന്ന മനോഹരമായൊരു ഗ്രാമമുണ്ട്. ചുരുളി എന്ന് പറയുമ്പോൾ നമ്മുടെ LJPയുടെ സിനിമ നമുക്ക് ഓർമ്മ വരും. ആ ചുരുളിയല്ല, അത് അദ്ദേഹം വേറെ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ശരിക്കും ചുരുളി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൽദോസിയേട്ടൻ്റെ കൃഷിയിടം കാണാം. അവിടെ വന്ന് നിങ്ങൾക്ക് ഈ വിശേഷങ്ങളൊക്കെ പരിചയപ്പെടാം. അങ്ങനെ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ
തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. ജോബിൻ കെ മാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.